ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ് പാസ്റ്റർ ഷിബു സാമുവേലിൽ നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ശക്തരായ ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിക്കുന്നത് ആ സമൂഹത്തിലെ യുവജനങ്ങൾക്കെല്ലാം അനുഗ്രഹമാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും യുവജനങ്ങളെ നയിക്കുവാൻ രണ്ട് അഭിഷിക്തന്മാർ തന്നെ ഇന്ന് നമ്മുടെ വേദിയിലുണ്ട്. ഇവരിലൂടെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വളരെ ശക്തമായി അനുഗ്രഹിക്കപ്പെടുന്നത് കാണുകയാണ്. മനസ്സിൽ ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഉദ്ഘാടന പ്രഭാഷണത്തിലൂടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ സാമുവൽ സി വർഗീസ് അവറുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് നൽകിക്കഴിഞ്ഞു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സഭയ്ക്കായി, എബി പാസ്റ്ററിനായി, കുടുംബത്തിനായി, അനുഗ്രഹീത ഗായകൻ പ്രിയ ലാലുവിനായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്വോത്രം. മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവദിനത്തിലേക്ക് നമ്മുടെ ഒന്ന് ശ്രദ്ധ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒന്ന് വായിക്കണം. അതിനുശേഷം ഞാൻ വായിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഉറച്ച് ബൈബിൾ കൊണ്ടുവന്നവരൊക്കെ വായിക്കുവാൻ കഴിയാവുന്നവർ ദയവായിട്ട് വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വായിക്കാം, ഒന്നിച്ച് വായിക്കാം. ആദിയിൽ ഞാൻ വായിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ബൈബിളിലെ ആദ്യത്തെ വചനങ്ങളാണ്. വളരെയധികം സന്ദർഭങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ള വചനങ്ങളാണ്. ഇന്നത്തെ യുവജനങ്ങളുടെ മധ്യത്തിലും ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ ആത്മീകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നു. ആ ചോദ്യം ചെയ്യപ്പെടുന്നതിന് ന്യായമായ മറുപടി കൊടുക്കാൻ കഴിയാതെ വരുന്നു. എന്ന് പറഞ്ഞാൽ സ്കൂൾ തലങ്ങൾ തുടങ്ങി കോളേജ് മേഖലകളിലേക്ക് പോകുന്നൊരു വിദ്യാർത്ഥി പഠിക്കുന്നത് ഈ പ്രപഞ്ചം യാദൃശ്ചികമായി ഉണ്ടായി, ജീവജാലങ്ങളെല്ലാം പരിണമിച്ചുണ്ടായതാണ് എന്നാണ് അവൻ പഠിക്കുന്നത്. ആ പഠനത്തിന് അനുസൃതമായി പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ അവൻ ജയിക്കുകയുള്ളൂ. അത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ പ്രൊഫസർക്ക് ശമ്പളം ലഭിക്കുകയുള്ളൂ, അദ്ദേഹത്തെ പ്രൊഫസറായിട്ട് അംഗീകരിക്കുകയുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ പ്രപഞ്ചം യാദൃശ്ചികമായി ഉണ്ടായി, എല്ലാ ജീവജാലങ്ങളും പരിണമിച്ചുണ്ടായി എന്ന് നമ്മൾ പണം മുടക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നു. അത് പഠിപ്പിക്കാതെ അതിന് വിരുദ്ധമായി ഒരു പ്രൊഫസർ പഠിപ്പിച്ചാൽ ആ ദൈവവിശ്വാസമുള്ള ആൾക്കാർ നടത്തുന്ന കോളേജാണെങ്കിലും ആ പ്രൊഫസർക്ക് അവിടെ തുടരുവാൻ കഴിയാതെ വരും. ഇതെല്ലാം പഠിച്ച കുഞ്ഞുങ്ങൾ വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് ലഭിക്കുന്നത്, മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് ലഭിക്കുന്നത്. 1 മണിക്കൂറോ 2 മണിക്കൂറോ. അവളൊരു ഉപദേശം നിന്ന് അങ്ങനൊന്നുമല്ല, ദൈവമാണ് സൃഷ്ടിച്ചത് എല്ലാം.
ഇങ്ങനെ 100 പ്രാവശ്യം ഞങ്ങളിത് ആവർത്തിച്ച് പറയുന്നു. ദൈവമാണ് സൃഷ്ടിച്ചത്, ദൈവമാണ് സൃഷ്ടിച്ചത്. ഈ കുട്ടി ആകപ്പാടെ കൺഫ്യൂഷനിലാണ്. ഞങ്ങളും അതല്ല എന്ന് തെളിയിക്കുന്നില്ല. ദൈവമാണെന്ന് സൃഷ്ടിച്ചതിന് എന്തെങ്കിലും ഒരു ന്യായമായ കാര്യങ്ങളും പറയുന്നില്ല. അപ്പോൾ യുവജനങ്ങൾ ഒരു വലിയ കൺഫ്യൂഷനിലാണ്. അതിനെക്കുറിച്ച് വളരെ ബോധവാനാണ് ഞാൻ. മാതാപിതാക്കളും ആഴമായി ചിന്തിക്കണം. ആ നിലയിൽ നമുക്ക് ലഭിക്കുന്ന പൊതുയോഗങ്ങൾ ഉപയോഗിക്കപ്പെടുകയും ചെയ്യണം. ബൈബിൾ തുടങ്ങുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഊഹാപോഹങ്ങൾ ഒന്നുമില്ല, അഭിപ്രായങ്ങളില്ല. അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അങ്ങനെ ബൈബിൾ പറയുന്നു. പക്ഷേ അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കണമെന്നില്ല. വിദ്യാഭ്യാസം കൂടിയപ്പോൾ യൂറോപ്പിൽ എന്താണ് സംഭവിച്ചത്? വിദ്യാഭ്യാസം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആൾക്കാർ ആത്മീക തലത്തിൽ നിന്ന് മാറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമാണോ? വിദ്യാഭ്യാസത്തിന് തന്നെ കുഴപ്പമല്ല, ആത്മീകരുടെ കുഴപ്പം കൂടിയാണ്. അവർക്ക് അവിടെ കിട്ടുന്ന ആ പഠനങ്ങൾക്ക് ഒത്തവണ്ണം കുറച്ചെങ്കിലും ഈ ജനത്തിന് ആഴമായ ഒരു അറിവ് കൊടുക്കുന്ന കാര്യത്തിൽ നാം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. യാദൃശ്ചികമായിട്ട് ഒന്നും ഉണ്ടാകുകയില്ല. ഇവിടെ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ വാച്ചോ അല്ലെങ്കിൽ ഒന്നും ഇവിടെ യാദൃശ്ചികമായിട്ടുണ്ടാകുകയില്ല. സിനിമാ നടൻ രജനീകാന്ത് ഒരിക്കൽ പറയുന്ന ഒരു പ്രസംഗം ഞാൻ യൂട്യൂബിൽ കേൾക്കുകയുണ്ടായി. ഒരു നിരീശ്വരനായ യുവാവ്, അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സർ ഐസക് ന്യൂട്ടൻ്റെ ലാബ് പരീക്ഷണശാല സന്ദർശിക്കുകയാണ്. രജനീകാന്തിൻ്റെ ഭാഷയിൽ അവിടെ ചെന്നപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ സൗരയൂഥത്തിൻ്റെ ഒരു മാതൃക ഭൂമിയും സൂര്യനും ചന്ദ്രനെയും കൃത്രിമമായിട്ടുണ്ടാക്കി അതെല്ലാം ഇങ്ങനെ മനോഹരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡാർക്ക് റൂമിൽ. അപ്പൊ ഇത് കണ്ടപ്പോൾ ഈ നിരീശ്വരനായ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, എത്ര അത്ഭുതകരമായിരിക്കുന്നു, ഇത് ഒറിജിനലാണെന്ന് തോന്നിപ്പോകുമല്ലോ, ഇത് ഒറിജിനൽ ഭൂമി പോലെ ഇരിക്കുന്നല്ലോ, ഒറിജിനൽ സൂര്യനെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറഞ്ഞു, ഓ ഇതാരും ഉണ്ടാക്കിയതൊന്നുമില്ല, ഇതാരാണ് ഉണ്ടാക്കിയത്? ഇതാരും ഒന്നും ഉണ്ടാക്കിയതല്ല, ഇതിങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ പൊടിയെല്ലാം കൂടി ഇങ്ങനെ മുറി അടഞ്ഞ് കിടക്കുകയായിരുന്നു, കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഫാനൊക്കെ ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എന്താ ഇത് കണ്ടു, ഇങ്ങനെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. അതിനകത്തൊരു യുക്തിയുണ്ടല്ലേ. അതിനകത്ത് രജനീകാന്ത് പറഞ്ഞതിൽ ശാസ്ത്രമൊന്നും ഇവനോട് പറഞ്ഞിട്ടില്ല, ഒരു യുക്തിയുണ്ട്. യാദൃശ്ചികമായിട്ടുണ്ടാകുകയില്ല. കൃത്രിമമായിട്ടുണ്ടാക്കിയ ഈ ഗ്ലോബുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത് മുഴുവൻ ദൈവം സൃഷ്ടിച്ച ഈ ഗോളം യാദൃശ്ചികമായി ഉണ്ടായെന്ന് എങ്ങനെ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയും? യാദൃശ്ചികമായിട്ടൊരിക്കലും ഉണ്ടാകുവാനായിട്ട് കഴിയുകയില്ല. അതിന് ഒരു വലിയൊരു പ്രശ്നമുണ്ട് തിയോളജിയൻസിൻ്റെ ഇടയിൽ. ഒരു ഐറിഷ് ബിഷപ്പ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഉഷർ എന്നാണ്. അദ്ദേഹമാണ് ഈ ഭൂമി ഉണ്ടായിട്ട് 6000 വർഷമേ ആയുള്ളൂ എന്നൊരു തിയറി കൊണ്ടുവന്നു. അത് യൂറോപ്പിലെ ഒത്തിരി പള്ളികൾ അടയ്ക്കുവാൻ കാരണമായി. ആ കാലങ്ങളിലൊക്കെ അദ്ദേഹം അങ്ങനെ ഡേറ്റും ഒക്കെ ഇട്ട് അതിന്നും ചില തിയോളജിയൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ കാലഗണനകളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇത്ര വർഷങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 6000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ ഫോസിലിസുകൾ ശാസ്ത്രലോകം നിർത്തി വെക്കുകയാണ്. ഞാൻ ദിനോസറുകളുടെ അസ്ഥിമാടങ്ങൾ കുഴിച്ചെടുക്കുന്ന സൈറ്റുകൾ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ലക്ഷക്കണക്കിന് വർഷത്തെ പഴക്കങ്ങളുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. അപ്പം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകൾ പോലുള്ള ജീവികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്ര നിരീക്ഷണങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 6000 വർഷമേ ആയുള്ളൂ
ഭൂമി ഉണ്ടായി എന്നൊരു ചിന്ത കിടക്കുമ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷനായി. എന്നാൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അനേക പ്രാവശ്യം ഈ ബൈബിൾ വായിച്ചിട്ട് ഒരിടത്ത് പോലും 6000 വർഷമേ ആയുള്ളൂ എന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. ബൈബിൾ തുടങ്ങുന്ന എങ്ങനെയാണ്? ഇൻ ദ ബിഗിനിങ്. ഇൻ ദ ബിഗിനിങ്. ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത് തന്നെ എല്ലാറ്റിൻ്റെയും ആരംഭമല്ല. ഇറ്റ്സ് നോട്ട് ദ ബിഗിനിങ് ഓഫ് ദ ബിഗിനിങ്, ഇറ്റ്സ് ഓൺലി ദ ബിഗിനിങ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് ദി എർത്ത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദി എന്ന് പറയുന്ന എല്ലാറ്റിൻ്റെയും ആരംഭമല്ല, ഭൂമിയുടെ സൃഷ്ടിയുടെ ആരംഭം മാത്രമാണ്. അതിനു മുൻപ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു. ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ആ ദൂതന്മാര് അവിടെ ഉണ്ടായിരുന്നു. അതിനു മുൻപ് ദൈവം സ്വർഗം സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദി എന്ന് പറയുന്നത് ഭൂമിയുടെ സൃഷ്ടി മാത്രമാണ്. ഇനി ആ ബിഗിനിങ്ങും ഒന്നാം ദിവസവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. The beginning God created the heavens and the earth. And the earth became void and formless. ദൈവം പറഞ്ഞു let there be light, there was light. എന്നിട്ട് പറയുകയാണ് സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. അപ്പം നമുക്ക് എളുപ്പം തോന്നും ഈ ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത് ആ ഒന്നാം ദിവസമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ആ ഇൻ ദ ബിഗിനിങ്ങും ഒന്നാം ദിവസവും രണ്ടും രണ്ടാണ്. ഇൻ ദ ബിഗിനിങ്ങിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ഒന്നാം ദിവസം ഭൂമിയെ ദൈവം നവീകരിച്ചു. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ഭൂമി പാഴും ശൂന്യമായിരുന്നു. യഥാർത്ഥ പരിഭാഷയിൽ the earth became void and formless. ഭൂമി പാഴും ശൂന്യമായി തീരുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഭൂമി പാഴും ശൂന്യമായി തീർന്നത്? ലൂസിഫറിന്റെ ഹോം ടൗൺ ആയിരുന്നു ഈ ഭൂമി. അന്ന് ദിനോസറുകൾ ഉണ്ടായിരുന്നു, മാമത്സ്യങ്ങൾ ഉണ്ടായിരുന്നു, പറക്കുന്ന ദിനോസറുകൾ ഉണ്ടായിരുന്നു, ഗാർഡൻസ് ഉണ്ടായിരുന്നു. ഇരമ്യ 4:23 അത് നമുക്ക് കാണാൻ കഴിയും. പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ മാത്രം അന്നുണ്ടായിരുന്നില്ല, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ലൂസിഫർ അഹങ്കരിച്ചു, ദൈവത്തോട് സമനാകാൻ ആഗ്രഹിച്ചപ്പോൾ ഒന്നാമത്തെ ന്യായവിധി ഉണ്ടായി. ഭൂമിയുടെ ക്രാന്തിക ചെരുവിന് മാറ്റം വന്നു, ലിതോസ്ഫിയറിൽ പൊട്ടലുകൾ ഉണ്ടായി, ഭൂമി പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി. അന്ന് കടപുഴകി ഒഴുകിയ വൃക്ഷങ്ങളും ചത്തൊടുങ്ങിയ മൃഗങ്ങളുടെയും ഫോസിൽസുകളായിട്ട് നമുക്കിന്ന് ക്രൂഡ് ഓയിൽ ലഭിക്കുന്നു. അങ്ങനെ എത്ര കോടി വർഷം ഈ ഭൂമി കിടന്നുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആ പാഴായ ഭൂമിയെ ദൈവം നവീകരിക്കുന്നതാണ് ഒന്നാം ദിവസം. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഈ കാലഗണന മനസ്സിലാക്കാതെയുള്ള പഠനങ്ങൾ വലിയ അപകടത്തിലേക്കുണ്ട്. അതുപോലെ തന്നെ 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് നക്ഷത്ര ദിനങ്ങൾ, 24 ദിവസമുള്ള ദിവസങ്ങൾ. 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങൾ ദൈവം സൃഷ്ടിച്ചൊരു പ്രത്യേക പ്രകാശത്തിന് ചുറ്റുമാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ഭൂമി മണിക്കൂറിൽ 1000 മൈൽ സ്പീഡിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിയുന്നത് കൊണ്ടാണ് നമുക്ക് ദിവസങ്ങൾ ഉണ്ടാകുന്നത്. ഭൂമി മണിക്കൂറിൽ 1,07,200 കിലോമീറ്റർ സൂര്യന് ചുറ്റും ഓടുന്നത് കൊണ്ടാണ് നമുക്കൊരു വർഷം ഉണ്ടാകുന്നത്. പക്ഷെ 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലാണ് ഭൂമിക്ക് നക്ഷത്ര ദിനങ്ങൾ ഉണ്ടായത്. അത് ഓർഡറാകുന്നു. 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളുടെ ദൈർഘ്യം, പാഴും ശൂന്യമായി കിടന്ന കാലഘട്ടങ്ങൾ, ഇത് കണക്കൂട്ടുവാൻ കഴിയാതെ വന്ന ഒരു തിയോളജിയൻസ് പറഞ്ഞ അബദ്ധം ഒത്തിരി പള്ളികൾ അടയുവാൻ ഇടയായി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് 60,000 കോടി വർഷമായാലും 450 കോടി വർഷമായാലും 100 കോടി വർഷമായാലും ബൈബിളിന് അതിരെതിരല്ല. ബൈബിള് പറയുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. എത്ര ആക്യുറേറ്റ് ആണ് ബൈബിളിന്റെ ആ സ്റ്റേറ്റ്മെന്റ്. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. യാദൃശികമായിട്ടുണ്ടാകുകയില്ല. ബിഗ് ബാങ് തിയറികൾ, ഹോയലിന്റെ തിയറികൾ, ഒത്തിരി തിയറികളുണ്ട് ഈ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച്. 1-2 ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്ടിട്ട് ഒരു പ്രധാന ദൂത് നിങ്ങളോട് പറയുവാനുണ്ട്, അത് പറഞ്ഞ് ഞാൻ നിർത്താം.
ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലമെന്ന് പറയുന്നത് ഏകദേശം 9,30,00,000 മൈൽ അകലെയാണ്. ഈ അകലം ഭൂമി പാലിച്ചില്ലെങ്കിൽ ഭൂമിക്ക് ഇവിടെ നിലനിൽക്കാനൊക്കെയല്ല. ഭൂമി കുറെ കൂടെ സൂര്യനോട് അടുത്താൽ ഭൂമി ഉരുകിപ്പോകും. അകന്നാൽ ഇത് ഐസ് കെട്ടിയായി പോകും. ഇത്രയും കൃത്യ അകലത്തിൽ നിന്നെങ്കിൽ മാത്രമേ ഭൂമിക്കും ജീവജാലങ്ങൾക്ക് നിൽക്കാൻ കഴിയൂ. ഒരു പൊട്ടിത്തെറിയാൽ ഈ അകലം യാദൃശ്യമായി ഉണ്ടായെന്ന് പറയുന്നതാണോ സൃഷ്ടിതാവായ ദൈവം നമുക്ക് വേണ്ടി അകലം ഉണ്ടാക്കി എന്ന് പറയുന്നതാണോ ബുദ്ധി? അതിൽ യാദൃശ്യം കണ്ടെത്ത. അപ്പൊ അകലത്തിന്റെ കാര്യം പറയുമ്പോൾ ചന്ദ്രന്റെ കാര്യം കൂടി ഞാൻ പറയട്ടെ. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മാക്സിമം ഒരു 4,00,000-ഓളം അടുത്ത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഒത്തിരി ദൂരമൊന്നുമില്ല. പക്ഷെ ഈ ദൂരം ചന്ദ്രൻ വിട്ടിട്ട് ഭൂമിയോട് അടുത്ത് വന്നിരുന്നെങ്കിൽ എന്തു സംഭവിക്കും? മദ്രാസ് പിന്നില്ല. വേലിയേറ്റവും വേലിയിറക്കവും എന്ന പ്രതിഭാസം ചന്ദ്രന്റെ ഈ അടുപ്പവും അകലവും തമ്മിലുള്ള ബന്ധത്തിലാണ്. ഭൂമിയെ 2 പ്രാവശ്യം കഴുകി തുടച്ച് എല്ലാവരെയും കൊന്നുകളയുമായിരുന്നു. ഈ അകലം പാലിക്കാതെ ഒരു 2,00,000 കിലോമീറ്റർ താഴേക്ക് ചന്ദ്രൻ ഇപ്പോൾ വന്നാൽ മെറീന ബീച്ചിലെ വെള്ളം, ഈ കടലിലെ വെള്ളം, എന്തോ അറബിക്കടലിലെ ഇല്ലേ, അറബിക്കടലിലെ വെള്ളം ഈ ബീച്ചല്ല, മദ്രാസിൽ ആരെയും കാണിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഈ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം യാദൃശികമായി പൊട്ടിത്തെറിയിലുണ്ടായി എന്ന് പറയുന്നതാണോ ഇതിനെ കൃത്യമായി നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് എന്നാണ് പറയുന്നതാണോ ഏറ്റവും നല്ലത്? ചന്ദ്രനിൽ ജീപ്പ് ഓടിച്ച ജെയിംസ് ചിമ്മിർവിൻ ഒരിക്കൽ മാരാമൺ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് പോയി. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളെല്ലാം ഓർമ്മ വരുന്നില്ല, എങ്കിലും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ പോലെ പറയാനൊക്കെയല്ലേ. ഏകദേശം ഇങ്ങനെയാണ് അദ്ദേഹം പറയുകയാണ്: ഇറ്റ്സ് നോട്ട് എ മിറക്കിൾ ദാറ്റ് ഐ കുഡ് റീച്ച് മൂൺ. ദ മിറക്കിൾ ഈസ് ദ ക്രിയേറ്റർ ഓഫ് മൂൺ came down to this blue planet. ചന്ദ്രനിൽ ജീപ്പ് ഓടിച്ച മനുഷ്യൻ പറയുകയാണ്, ഞാൻ ചന്ദ്രനിൽ പോയതല്ല, ചന്ദ്രന്റെ സൃഷ്ടിതാവ് ഈ ഭൂമിയിൽ വന്നതാണ് അത്ഭുതം. കരമുയർത്തി ഒന്ന് സ്വതം ചെയ്താട്ടെ, കരമടിച്ചൊന്ന് സ്വതം ചെയ്താട്ടെ. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ചിന്തിക്കണം. ചന്ദ്രനിൽ ജീപ്പ് ഓടിച്ചവനും ബൈബിൾ ഉയർത്തി പ്രസംഗിക്കുന്നുണ്ട്. ഒന്നുകൂടെ കരമടിച്ച്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ആർക്കെങ്കിലും അങ്ങനെയുള്ള ചെറുപ്പക്കാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു സംസാരം, നിങ്ങൾക്ക് ടോക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. നിരീശ്വര ചിന്തകൾ നിങ്ങളെ എവിടെയെങ്കിലും കുടുക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഞങ്ങൾക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞുതരാം. അറിയാൻ മേലാത്ത ഞങ്ങൾ അന്വേഷിക്കാം, കണ്ടെത്തി കഴിയുമ്പോൾ പറയാം. ഈ അകലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഭൂമിക്കൊരു ക്രാന്തിക ചെരിവുണ്ട്, അത് 23.5 ഡിഗ്രിയാണ്. ആ ക്രാന്തിക ചെരിവുള്ളത് കൊണ്ടാണ് നമുക്ക് കാലങ്ങൾ ഉണ്ടാകുന്നത്. കാലങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്, ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. ഈ 23.5 ഡിഗ്രി എന്ന ഈ ചെരിവ് 26 ആയാൽ 20 ആയാൽ ഇവിടെ എല്ലാം നശിച്ചു പോകും. ഈ പൊട്ടിത്തെറിയിൽ ഇതിങ്ങനെ കൃത്യമായിട്ട് അങ്ങോട്ട് വന്ന് യാദൃശ്യമായി നിന്നു എന്ന് പറയുന്നതാണോ, നിർത്തി എന്ന് പറയുന്നതാണോ യുക്തി? ഏതായാലും ഇവൻ കണ്ടില്ലല്ലോ ഈ പൊട്ടിത്തെറിച്ചപ്പോൾ ഇങ്ങോട്ട് വന്ന് വീഴുന്നത്. ക്യാമറ ആയിട്ട് വല്ലോ ഈ പുള്ളി ഉണ്ടായിരുന്നോ? ആരാ? ഇവർ കഥകളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിന് ചില ഗ്രാഫിക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് 500 കോടി വർഷങ്ങൾക്ക് മുൻപ് അത് വന്നു, വാതകം അതിലോട്ട് കയറി ഇതിലോട്ട് കയറി ഇങ്ങനെ പോകും. അപ്പം പുള്ളി അവിടെ ചെന്ന് ഇതെല്ലാം ഫോട്ടോ എടുത്തുകൊണ്ട് വന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത്, പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. കഥ നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോഴേ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ഏതാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴേ ഒന്നും അതിങ്ങനെ കണ്ട് അതിങ്ങനെ തെറിച്ച് വന്ന് ഇങ്ങനെ ഭൂമി ഇങ്ങനെ ചെരിയുന്നതെല്ലാം പുള്ളി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വന്ന് പറയുന്ന പോലൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഇവനും ഇവൻ്റെ വല്യപ്പനൊന്നും കണ്ട കാര്യങ്ങളല്ലേ ഇതെല്ലാം കള്ളക്കഥകളാണ്. ഇതൊക്കെ കള്ളക്കഥകളാണ്. ഇതിനെ ഇങ്ങനെ
ചരിച്ചു നിർത്തിയിരിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. ഇനി അത് ചെരിയാതെ അങ്ങ് നിന്നിരിക്കട്ടെ, അങ്ങ് കുത്തനെ നിൽക്കുകയാണെന്നിരിക്കട്ടെ, അതിന് ഒരു ഭാഗം മുഴുവൻ മഞ്ഞായിരിക്കും, ഒരു ഭാഗം മുഴുവൻ തീയായിരിക്കും. ആർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ ഒക്കുമോ? എന്ത് അത്ഭുതകരമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴല്ലേ. അല്ലേ? അതുപോലെ തന്നെ ഈ കറക്കം, ഈ സൂര്യന് ചുറ്റുമുള്ള കറക്കവും സൂര്യന് അഭിമുഖമായിട്ടുള്ള കറക്കത്തിനും മാറ്റം വന്നാൽ, സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്താൽ മുഴുവൻ താളം തെറ്റും. അപ്പം ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ വാച്ച് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൃത്യതയോടുകൂടിയാണ് ഭൂമി പ്രവർത്തിക്കുന്നത്. ഇത്രയും കോടി വർഷമായിട്ടും ഭൂമിയുടെ ഓട്ടത്തിന്റെ സ്പീഡൊന്നും കുറഞ്ഞിട്ടില്ല, വഴിയും തെറ്റിയിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന വണ്ടിക്ക് സ്പീഡും കുറയും, വഴിയും തെറ്റും. ആ ലൊട്ടുടുക്ക് വണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഓടുന്ന കോടാനുകോടി ഗോളങ്ങൾ സഞ്ചരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഭൂമി യാദൃശ്ചികമായി ഉണ്ടായെന്ന് എങ്ങനെ പറയുവാൻ കഴിയും? അതുകൊണ്ട് നമുക്ക് ഉറച്ചു പറയാം, ആദിയിൽ, ഒന്നുകൂടെ, ആദിയിൽ എൻ്റെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതുറക്കെ പറയണം, ബിഗ് ബാങ്കുകാരൻ്റെ മുഖത്ത് നോക്കി പറയണം, തീർത്ത് പറയണം. അത് നിങ്ങൾക്ക് തീർത്ത് പറയാനായിട്ട് കഴിയും. ഈ തിയറികളാണ് മുൻപറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇവയൊന്നും ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ആധികാരികമായി തെളിയിച്ചിട്ടില്ല. തിയറികൾ പഠിക്കാം, പക്ഷെ ഈ തിയറികളൊന്നും ആധികാരികമായി ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. എന്നാൽ എനിക്ക് പറയുവാനുള്ളൊരു ദൂത്, ഈ ഭൂമി എങ്ങനെയാണ് പാഴായിപ്പോയത്? എങ്ങനെയാണ് പാഴായിപ്പോയത്? പാപത്താൽ ആണ് പാഴായിപ്പോയത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ ഭൂമിയെ നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ മുളപ്പിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഞെരിഞ്ഞിലും മുള്ളും പറക്കാരെയും ഒക്കെ മുളപ്പിച്ചാൽ ചുട്ടുകളകി അത്രേ അതിൻ്റെ അവസാനം. അപ്പോൾ ഈ ഭൂമിയെ എന്നോടും നിങ്ങളോടും ഇവിടെ പുതിയ നിയമം, എബ്രായ ലേഖനം പരിചയപ്പെടുത്തുകയാണ്. അപ്പം ദൈവം സൃഷ്ടിച്ച ആ മനോഹരമായ ഭൂമി, മനോഹരമായ സുന്ദരമായ ഗാർഡൻസ് ഉണ്ടായിരുന്ന, മാമൽസുകൾ ഉണ്ടായിരുന്ന, ദിനോസറുകൾ ഉണ്ടായിരുന്ന, രോഗമില്ലാതിരുന്ന, ദുഃഖമില്ലാതിരുന്ന, മുഴുവൻ ഏദൻ തോട്ടം പോലെ ആയിരുന്ന ആ ഭൂമി പാഴായതെങ്ങനെയാണ്? ആ ഭൂമിയിൽ പാർത്ത ലൂസിഫറിൻ്റെ നിഗളമുഖാന്തരം, അവൻ്റെ പാപമുഖാന്തരം ഭൂമി പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, പാപം കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതുമായി വന്നാലും അതിൻ്റെ അവസാനം പാഴും ശൂന്യതയും ഇരുളും മാത്രമായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പാപം കാണാൻ ഭംഗിയുള്ളതായിട്ട് വരും, നമ്മുടെ കണ്ണുകൾക്ക് അത് ആകർഷണമായി തോന്നും. പാപം നമ്മുടെ ടേസ്റ്റ് ബഡിനെ ആകർഷിക്കുന്ന രുചികരമായി വരും. പാപത്തിൻ്റെ മറ്റൊരു ചിന്ത ജ്ഞാനം പ്രാപിപ്പാൻ. ജ്ഞാനം, മുമ്പേ പറഞ്ഞ ആ ജ്ഞാനം, ബിഗ് ബാങ് തിയറിയെക്കുറിച്ചുള്ള ജ്ഞാനം പ്രാപിപ്പാൻ അത് അടുത്ത് വരും. പക്ഷേ അത് തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ പാഴായിരിക്കും, ശൂന്യമായിരിക്കും. അത് നമ്മുടെ സംസ്കാരത്തെ പാഴാക്കും, അത് നമ്മുടെ കുടുംബജീവിതത്തെ പാഴാക്കും, അത് നമ്മുടെ ആത്മീയതയെ പാഴാക്കും,
അവിടെ ഇരുള് കൊണ്ടുവരും. എനിക്ക് മുൻപായി ദൈവത്തിൻ്റെ ദാസന്മാർ ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ പാപം ചെയ്യുന്ന ഒരുത്തനെതിരായിട്ട് ഒരു കൂടോത്രവും ആരും ചെയ്യണ്ട, ആരും ശപിക്കണ്ട. ഇരുൾ അവന്റെ വീട്ടിൽ വന്നിരിക്കും. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഞടുങ്ങുവീൻ. ഉറക്കെ പറഞ്ഞാട്ടെ, ഞടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പാപം ഭയാനകമാണ്. അതിവിടെ പാഴുണ്ടാക്കും, ഇവിടെ ശൂന്യതയുണ്ടാക്കും. തീർന്നില്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തലമുറകളെയും ബാധിക്കും. ദാവീദിന്റെ പാപം, ദാവീദിന്റെ കൊലപാതകം തന്റെ ജീവിതകാലങ്ങളിൽ എത്രമാത്രം പാഴുണ്ടാക്കി. അബ്നോൻ തന്റെ മകളെ ബലാത്സംഗം ചെയ്യുമ്പോൾ, അബ്ശാലോം അബ്നോനെ കൊല്ലുമ്പോൾ, ശലോമോൻ അഥന്യാവിനെ കൊല്ലുമ്പോൾ, ആ ഭയാനകമായ പാപം ആ ഭക്തന്റെ കുടുംബത്തിൽ നിറഞ്ഞു നിന്നതിന്റെ രഹസ്യം മുഴുവൻ ഒരു ദുർബല നിമിഷത്തിലെ പാപമായിരുന്നു. മറക്കരുത്, പാപം രഹസ്യമായി വരും, പരസ്യമായി അത് പാഴും ശൂന്യമാക്കിയിട്ട് പോകും. പാപം രുചികരമായി വരും, അത് പാഴും ശൂന്യമാക്കിയിട്ട് കടന്നു പോകും. പാപം കാണാൻ നല്ലതായിട്ട് തോന്നും, പക്ഷെ യോസേപ്പിനെ പോലെ പറയണം, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. സ്വന്തം ചെയ്താട്ടെ, യോസേപ്പിനെ പോലെ പറയണം, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യോസേപ്പിനെ പോലെ പറയണം, നോ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. പാഴാകാൻ ഞാൻ അനുവദിക്കുകയില്ല, ശൂന്യമാകാൻ ഞാൻ അനുവദിക്കുകയില്ല, ഇരുള മൂടുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് ഓടിയ ചെറുപ്പക്കാരനെ പോലെ ഓടുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അപ്പന്റെ ഭവനത്തിൽ നിന്ന് എല്ലാം നേടിയെടുത്ത് വിദൂരദേശത്തേക്ക് പോയ ആ മുടിയൻ പുത്രന്റെ കഥ കർത്താവ് പറയുന്നുണ്ടല്ലോ. കൂട്ടുകാർ ധാരാളം ഉണ്ടായിരുന്നു, സ്നേഹിതർ ധാരാളം ഉണ്ടായിരുന്നു, ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പണം ഇഷ്ടമുണ്ട് പോലെയുണ്ട്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ നാം കാണുന്നു, അവൻ പാഴാകുകയാണ്, അവൻ ശൂന്യമാകുകയാണ്, അവന്റെ കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെടുകയാണ്, കൂട്ടുകാർ ഒന്നൊന്നായി ഒഴിഞ്ഞു പോകുകയാണ്, അവന്റെ വയറൊട്ടുകയാണ്, അവൻ വിശക്കുകയാണ്, ഒരു ജോലിക്ക് വേണ്ടി അവൻ അലയുകയാണ്, അവന് കിട്ടിയ ജോലിയിൽ പോലും അവന്റെ വിശപ്പടക്കാൻ കഴിയാതെ വരികയാണ്. അവൻ പാഴായിപ്പോയി, അവൻ ശൂന്യമായി പോയി. അപ്പന്റെ ഭവനത്തിൽ നിന്ന് വളരെ വിദൂരയിലേക്ക് വരുമ്പോൾ ആരും കണ്ടെന്ന് വരികയില്ല, ആരും അറിഞ്ഞെന്ന് വരികയില്ല, പാപത്തിൽ അധികം നീന്തുവാൻ കഴിയുകയില്ല. അതെല്ലാവരും അറിയത്തക്ക നിലയിൽ പാഴായി കാണും, എല്ലാവരും അറിയത്തക്ക നിലയിൽ അത് ശൂന്യമായി തീരും. ലോക ചരിത്രത്തിൽ എഴുതി വെക്കത്തക്ക നിലയിൽ അവൻ പാഴായിപ്പോയി, അവൾ പാഴായിപ്പോയി എന്നെല്ലാവരും അറിയത്തക്ക നിലയിൽ ആയിപ്പോകും. അതുകൊണ്ട് ഞടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. എന്നാൽ പാപം ചെയ്തെങ്കിലോ? എന്താണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്? നീതിമാനായ ഒരു കാര്യസ്ഥൻ നമുക്കുണ്ട്. പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി, ഇരുള് മൂടിക്കിടക്കുകയാണ്. അവിടെ നമ്മൾ ആദ്യം കാണുന്ന ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പാഴുണ്ടെങ്കിലും ശൂന്യതയുണ്ടെങ്കിലും ഇരുള് മൂടിയതാണെങ്കിലും അത് പാപം കൊണ്ട് സംഭവിച്ചതാണെങ്കിലും ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹം വിടാതെ വണ്ണം പ്രവർത്തിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഒന്ന് സ്വോത്രം ചെയ്താട്ടെ, ഒന്ന് സ്വോത്രം ചെയ്താട്ടെ.
ഞാനും നിങ്ങളുമൊക്കെ ഈ കൃപയിൽ നിൽക്കുന്നതിൻ്റെ രഹസ്യം ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇരുളുണ്ടായിട്ടും പാഴുണ്ടായിട്ടും ശൂന്യതയുണ്ടായിട്ടും തള്ളിക്കളയാതെ നാം ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിന്ന് കേട്ടതുപോലെ ഇവനെ എൻ്റെ കയ്യിലൊന്ന് തരിക, ഞാൻ പാറ്റിക്കളയാമെന്ന് സാത്താൻ പറഞ്ഞപ്പോൾ അത് വിട്ടുകൊടുക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ കൃപയിലായിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. എത്രയോ പേര് തകർന്നു പോയി, എത്രയോ പേർ നശിച്ചു പോയി. മാതാപിതാക്കളുടെ പ്രാർത്ഥനയാകാം, ഒരുപക്ഷെ പണ്ടെടുത്ത തീരുമാനമായിരിക്കാം, ദൈവത്തിന്റെ ഉദ്ദേശമായിരിക്കാം. നീ പാപം ചെയ്തിട്ടും പാഴായിട്ടും ശൂന്യമായിട്ടും പൂർണ്ണമായി നശിച്ചു പോകാതെ നിന്നെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരം. അവിടെ ദൈവദാസന്മാരുടെ അറിവിന് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യനുമില്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയത്ത്, ദൂതനുമില്ല, ഒന്നുമില്ല. ഇരുള് മാത്രമാണ്, പാഴ് മാത്രമാണ്, ശൂന്യം. ഇവിടെ പിന്നെ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, നമുക്ക് പ്രവചനം, ആരാധന, ഇതെല്ലാം നമ്മളുള്ളതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ എന്തിനാ പരിശുദ്ധാത്മാവ്? ഇവിടെ പ്രവചനപരം വേണ്ട, ഇവിടെ ആരോടും പ്രസംഗിക്കാനില്ല, ഇവിടെ രോഗികളില്ല, രോഗസൗഖ്യത്തിന് വേണ്ടി ആരുമില്ല, ഇവിടെ ഇരുന്ന് മൂടിക്കിടക്കുകയാണ്. പക്ഷേ ബൈബിളിൽ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചത്? എന്നെ പ്രവർത്തിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. നശിപ്പിച്ച് കളയാതെ സൂക്ഷിക്കുക. വെള്ളം അല്ലേ, ആഴം മുകളിലോട്ട് വരാതെ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരുന്നു അല്ലേ? എന്താ പാസ്റ്ററെ? പ്രിപ്പയർ ചെയ്യുകയാണ്. എന്താണ് പാസ്റ്ററെ? എന്ത് പരിപാടിയായി പരിശുദ്ധാത്മാവിടെ ചെയ്യുന്നു? ഇപ്പം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ അറിയാം, പക്ഷെ അന്നേരം അവിടെ ആരും ഇല്ലല്ലോ. നമ്മൾ ആരേലും ഒരാളേലും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അവിടെ ആ വാക്യം ഇങ്ങനെയാണ്: The Spirit of God had been brooding upon the earth, hovering upon the earth. എന്ന് പറഞ്ഞാൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ആകുന്നവരെ, ആ മുട്ട വിരിയുന്നത് വരെ ചിറകിൻ്റെ കീഴിൽ വെക്കും. അകന്നു പോയാൽ അതിൻ്റെ അകത്ത് കൊണ്ട് ചൂട് കൊടുക്കും, ഇങ്ങനെ ഇരിക്കും, ഇരുന്നിട്ട് അത് വിരിയുന്നത് വരെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ ലളിതമായൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു വിടാം. ഈ ഭൂമി ഒരു ഗോളമാണ്, നമുക്കറിയാം. ഈ ഭൂമി ഒരു കാലത്ത് ഒറ്റക്കര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ വൻകര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പൊട്ടിയാണ് പല ഭൂഖണ്ഡങ്ങൾ ഉണ്ടായത്, അത് നമുക്കറിയാം. അപ്പോൾ ഈ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡം, ഇപ്പോൾ യൂറോപ്യൻ ഭൂഖണ്ഡം, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം എന്നൊക്കെ എന്താണ് പറയുന്നത്? ഭൂഖണ്ഡം, കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഒരു 60-70 കിലോമീറ്റർ കനം വരുന്ന ലിതോസ്ഫിയറിൻ്റെ ഭാഗങ്ങളാണ്, കട്ടിയുള്ള ഭാഗമാണ്. അപ്പോൾ അത് അസനോസ്ഫിയർ എന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അസനോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു മാൻഡിലിൻ്റെ ഒരു ഭാഗമാണ്. 700 കിലോമീറ്ററോളം താഴെ അത് കിടക്കും. അതൊരു പ്ലാസ്റ്റിക് മേഖലയാണ്, ഒരു പ്ലാസ്റ്റിക് മേഖലയാണ്. അപ്പോൾ ഈ ഭൂഖണ്ഡങ്ങൾ, അതിന് പിന്നെയും താഴെയുണ്ട് ഭൂമിയുടെ അന്തർഭാഗമെല്ലാം തീകൊണ്ട പോലെ തീ കത്തുന്നുണ്ട്. ഒത്തിരി ഭാഗങ്ങളുണ്ട്. 6000 മൈലുകളോളം താഴോട്ടുള്ള ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഈ പുറന്തോട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ പുറന്തോട്ടിലെ വിള്ളലുകളാണ് ഭൂഖണ്ഡങ്ങൾ. അതിനെ താങ്ങി നിർത്തുന്ന പ്ലേറ്റുകൾ, ഭൗമപ്പാളികൾ ആണ്. അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡം മുഴുവൻ ഒരു ഭൗമപ്പാളിയിലാണ്, നമ്മൾ മുഴുവൻ അതിലാണ്. അത് മുഴുവൻ അത് ഒരു പ്ലാസ്റ്റിക് മേഖലയിൽ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചെളിക്കുണ്ട് പോലുള്ള സ്ഥലത്ത് കിടക്കുകയാണ്. യൂറോപ്യൻ മേഖല എല്ലാം അങ്ങനെയാണ്. ഇങ്ങനെ കിടക്കുന്ന ഈ പ്ലേറ്റുകളൊന്നും ഇവിടെ നട്ടും ബോൾട്ടും ഇട്ടും വെച്ചിട്ടില്ല. ഈ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഭൂകമ്പമൊക്കെ ഉണ്ടാകും. സുനാമി ഇവിടെ ഉണ്ടായി, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലേ? ഇവിടുന്ന് 4000 മൈലുകൾ അകലെ എവിടെയാണ്, ഇന്തോനേഷ്യയിൽ ഉണ്ടായതാണ്. ആ ഭൗമപ്പാളി ഒന്ന് കയറി ഞെരുങ്ങിയതാണ്. അപ്പോൾ റിലീസ് ചെയ്ത പവർ ഇവിടെ വന്നു ഇല്ലേ? ഈ ബീച്ചിൽ നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പം ഈ ഭൗമപ്പാളി ഇടിച്ചാൽ എത്ര ഭയങ്കരമാണെന്ന് ഓർത്ത് നോക്കി. അത് ഒരു ട്രെയിൻ ഇടിക്കുന്ന പോലൊന്നും അല്ല, ഒരു ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഇടിക്കുക. അതൊന്നും പിന്നെ വെച്ചേക്കുകയല്ല. ഇത് ഈ ഇന്തോനേഷ്യയിൽ ഇവനൊന്ന് കയറി ഞെരുങ്ങിയത് മാത്രമേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് മുട്ടിയതേ ഉള്ളൂ. നിങ്ങൾ ഓർക്കുക, ഈ മണിക്കൂറിൽ
1000 മൈൽ സ്പീഡിൽ ഇങ്ങനെ കറങ്ങുകയും 1,00,000-ലധികം കിലോമീറ്റർ ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങുകയും ചെയ്യുമ്പോൾ ഈ ഭൂഖണ്ഡങ്ങൾ ഒന്നും തന്നെ നട്ടും ബോൾട്ടും തുറപ്പിച്ചിട്ടില്ല. ഈ പ്ലാസ്റ്റിക് മേഖലയിൽ കിടക്കുക. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എന്നെയും നിങ്ങളെയും ദൈവം എത്രമാത്രം സൂക്ഷിക്കുന്നെന്ന്. ഇവിടെ ഒരു ഗവൺമെൻറ് ഉള്ളത് കൊണ്ടല്ല, ഞാനും നിങ്ങളും ഉള്ളത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനങ്ങൾ. അപ്പോൾ ഈ ഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞ് അതിൽ ദൈവത്തിൻ്റെ സൃഷ്ടി നടക്കുന്നത് വരെ, കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ മുട്ട വിരിയുന്നത് വരെ കാത്തിരിക്കുന്നത് പോലെ ഈ ഓസ്ട്രേലിയയുടെയും ഈ അമേരിക്കയുടെയും ഈ ഏഷ്യയുടെയും ഖണ്ഡങ്ങളെ, പ്ലേറ്റുകളെ അകന്നു പോകാതിരിപ്പാൻ അതിൻ്റെ ചിറകിൽ വെച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ല? ഇന്തോനേഷ്യയിലെ യുറേഷ്യൻ പ്ലേറ്റ് ഒന്ന് ഞെരുങ്ങിയപ്പോൾ മദ്രാസിൽ അറിഞ്ഞു, കേരളത്തിൽ അറിഞ്ഞു, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്ന ഈ കരുത്തരായ പ്ലേറ്റുകളെ തൊടാനോ നിയന്ത്രിക്കാനോ ഒരു അമേരിക്കയ്ക്കും ഒരു റഷ്യയ്ക്കും ഒരു ചൈനയ്ക്കും ഒരു ഇന്ത്യക്കാരനും ഒരു ശാസ്ത്രജ്ഞനും കഴിയാതിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സുനാമി ഉണ്ടാകാതെ, അകന്നു പോകാതെ ഈ ഭൂഖണ്ഡങ്ങളെ ദൈവത്തിൻ്റെ സൃഷ്ടി നടക്കുന്നത് വരെ പരിപാലിക്കാൻ ശക്തിയുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ ശക്തി എത്ര വലുതാണ്! അതാണ് നിന്നിൽ വ്യാപരിക്കുന്നത്, അതാണ് സഭയിൽ വ്യാപരിക്കുന്നത്, അതാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. നമ്മൾ അന്ധകാരത്തെ ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ? സാത്താനെ ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ? മന്ത്രവാദത്തെ ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ? ഏറ്റവും വലിയ ശക്തി നമ്മളിൽ വ്യാപരിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്നിലും നിങ്ങളിലും നിറവേറുന്നതുവരെയും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്പോഴുമായിരിക്കുന്നത്. ആ മുടിയമ്പുത്രൻ തകർന്നു പോകാതിരുന്നതും പന്നിയുടെ ഇടയിൽ കിടന്ന് ചത്തുപോകാതിരുന്നതിൻ്റെയും കാരണം ഈ പരിശുദ്ധാത്മാവ്, അവനോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി, അവൻ്റെ പിതാവിൻ്റെ കണ്ണുനീര്, ദൈവം കണ്ട ചെറുപ്പക്കാരനോടുള്ള പദ്ധതി കൊണ്ടാണ് അവൻ മദ്രാസിന്റെ തെരുവീതിയിൽ തകർന്നു പോകാതിരുന്നത്. അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറുന്നത് വരെയും ഈ ദൈവാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പരിശുദ്ധാത്മാവ് എപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഇന്ന് നീ പാഴാണെങ്കിലും, ഇന്ന് നീ ശൂന്യമാണെങ്കിലും, ഇന്ന് നീ ഇരുളാണെങ്കിലും, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ പാപം എത്ര വലുതാണെങ്കിലും നീ തകർന്നു പോകാതിരിപ്പാൻ ദൈവാത്മാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവാത്മാവും കൈവിട്ടാൽ പിന്നെ രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഇന്നാണ് സുപ്രസാദകാലം, ഇന്നാണ് രക്ഷാ ദിവസം, ഇന്നാണ് മടങ്ങി വരേണ്ടത്. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കേണ്ടത് ഇന്നാണ്. അടുത്തതായിട്ട് ദൈവം ചെയ്ത എന്താണ്? വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ആ വാക്കിൻ്റെ ആ മനോഹാരിത എന്ന് പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു 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 സ്പാർക്ക് ഓഫ് സെക്കൻഡിൻ്റെ ഡിഫറൻസ് നിശ്ചയമായിട്ടുണ്ടാകും. പക്ഷെ ഇതൊന്നുമല്ല. ലെറ്റ് ദെർ ബി ലൈറ്റ്, ദെർ വാസ് ലൈറ്റ്. പറയുകയും ഉണ്ടാകുകയും ഒന്നിച്ചായിരുന്നു. ഏത് പാടിനെയും ഏത് ശൂന്യതയും മാറ്റാൻ ഈ രണ്ട് പ്രക്രിയ മതി. ദൈവം വേണം, പരിശുദ്ധാത്മാവ് വേണം, വെളിച്ചമായ ക്രിസ്തു വേണം. നിന്റെ കുടുംബം പാഴായിപ്പോയതാണെങ്കിലും, ഏതെല്ലാം മേഖലകളിൽ തകർച്ച ഉണ്ടായാലും സ്നേഹിക്കുന്നൊരു പിതാവുണ്ട്, പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, വെളിച്ചമായി കർത്താവുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതാണ് സുവിശേഷം നൽകുന്ന പ്രതീക്ഷ. ഈ വെളിച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശു മാത്രമാണ് അത് ഈ ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. സൂര്യനെ നോക്കുകയാണ് ചിലർ വെളിച്ചത്തിന്, പക്ഷെ ആ സൂര്യനും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 ആർക്ക് സെക്കൻഡ് വീതം സൂര്യൻ ചുരുങ്ങുന്നുണ്ട്. അതിന് ഹൈഡ്രജൻ വാതകം കുറഞ്ഞു വരികയാണ്, ഇന്ധനം കുറഞ്ഞു വരികയാണ്. സൂര്യനും ഒരിക്കൽ മരിക്കും. അതിനെ നോക്കി നമസ്കരിച്ചവരും ലജ്ജിച്ചു പോകും. എന്നാൽ ഈ വെളിച്ചം ഒരിക്കലും അണയുകയില്ല. ഈ വെളിച്ചം
ഒരിക്കലും അസ്തമിക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത് 1-ാം അധ്യായം. യോഹന്നാൻ ഇങ്ങോട്ട് പറയുന്നത് 4, 7, 9 വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ പറയുകയാണ്, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു കൂട്ടം ആൾക്കാരെ മാത്രമല്ല, എല്ലാവരെയും. അതുകൊണ്ടാണല്ലോ ഒരു പാവപ്പെട്ട ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഈ പ്രകാശത്തിലേക്ക് വരുവാനിടയായത്. ബൃഹത്രാണികോപനിഷത്തില് ഹൈന്ദവ മുനിമാർ പാടുന്ന ഒരു പാട്ടുണ്ട്. ഇരുളിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക്, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ എന്നവർ പാടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. തമസോമ ജ്യോതിർഗമയ, മൃത്യുമ അമൃതംഗമയ. ആ മറുപടി എനിക്ക് ലഭിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് ലഭിച്ചു. എൻ്റെ യേശു പറഞ്ഞു, ഞാൻ വെളിച്ചമാണ്. എൻ്റെ യേശു പറഞ്ഞു, ഞാൻ സത്യമാണ്. എൻ്റെ യേശു പറഞ്ഞു, ഞാൻ ജീവനാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ കർത്താവിനെ അറിഞ്ഞത് എത്രയോ വലിയ ഭാഗ്യമാണല്ലേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം. എന്നെ അത്ഭുതപ്പെടുത്തിയ യേശുവിൻ്റെ ചരിത്രം, എന്നെ ആകർഷിക്കുന്ന ചരിത്രം. എനിക്ക് ഒരാളങ്ങനെ പറയുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നതുകൊണ്ട് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്തോ അതിൻ്റെ ഒരു രോഗം കൂടി ആയിരിക്കാം. ഏതായാലും അതിരിക്കട്ടെ. എനിക്ക് റീസണബിളായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ യേശുവിൻ്റെ കഥ, യേശുവിനെ ഒത്തിരി, യേശു ഒരു ചരിത്ര പുരുഷനാണ്, ഞാനും ഒരു ചരിത്ര പുരുഷനാണ്, നിങ്ങളും ഒരു ചരിത്ര പുരുഷനാണ്. അപ്പോൾ അതിലെന്നാ വ്യത്യാസം? ജനിച്ചവർക്കെല്ലാം ഒരു ചരിത്രമുണ്ട് അല്ലേ? അതല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാനും നിങ്ങളും ഒക്കെ ജനിച്ചു കഴിഞ്ഞാണ് നമ്മുടെ ചരിത്രം ആരെങ്കിലും എഴുതിയിട്ടുള്ളത് അല്ലെ അറിഞ്ഞിട്ടുള്ളത് ഇല്ലേ? എന്നാൽ എൻ്റെ യേശു ജനിക്കുന്നതിന് മുൻപ് യേശുവിനെ കുറിച്ച് 39 പുസ്തകങ്ങൾ എഴുതിയിരുന്നു. 1-2 പുസ്തകമല്ല, 39 പുസ്തകങ്ങൾ യേശുവിനെ കുറിച്ച് എഴുതിയിരുന്നു. ആ പുസ്തകം ഇപ്പോഴും ഉണ്ട്, യേശുവിനെ കുറിച്ച് എഴുതിയ പുസ്തകം. അത് എബ്രായ, ആരമിക്, ഗ്രീക്ക് ഭാഷയിലാണ്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളാണ്. അതാരും ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ല. ക്രിസ്ത്യാനികളില്ലല്ലോ അന്ന്. ജൂതന്മാരുടെ പുസ്തകമാണത്. ജൂതന്മാർ ഇന്നും യേശുവിനെ സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുകയാണ്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ, BC 1500 മുതൽ BC 400 വരെയുള്ള കാലഘട്ടം. അതിന് 400 വർഷം കഴിഞ്ഞാണ് യേശു ജനിക്കുന്നത്. അതിൽ സ്ത്രീയുടെ സന്തതി വരും. ഉൽപ്പത്തി 3:15. അന്ന് 2 പേര് മാത്രമേ ഭൂമിയിലുള്ളൂ. എൻ്റെ യേശുവിനെ കുറിച്ച് ഈ ഭൂമിയിൽ ആദ്യം പ്രസംഗിച്ച ദൈവമാണ്. സായിപ്പല്ല, സായിപ്പ് കൊണ്ടുവന്ന മതമല്ല. അന്ന് ഈ ഭൂമിയിൽ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീയുടെ സന്തതി വരുന്നു. ഉൽപ്പത്തി 3:15. ആ 2 പേർക്ക്, ആദമിനും ഹവ്വയ്ക്കും മക്കൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ ചിലരെ ദൈവം പ്രവാചകന്മാരാക്കി. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പറഞ്ഞു, ആ സ്ത്രീ ഒരു കന്യകയായിരിക്കും, കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. യെശയ്യാ 7:14. യേശു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുൻപ് മീക പറഞ്ഞു, ആ കന്യകാസുതൻ ജനിക്കുന്നത് ബേത്ലഹേമിലായിരിക്കും. മീക 5:2. യെശയ്യാ പറഞ്ഞു, ആ കർത്താവ് ജനിക്കാൻ പോകുന്നത് ഇശായിയുടെ കുറ്റിയിൽ നിന്നാണ്, ദാവീദിന്റെ കുടുംബത്തിലാണ്. ആ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ബദ്ധന്മാരെ വിടുവിക്കും, ദുഃഖിതരെ ആശ്വസിപ്പിക്കും, താൻ പീഡിതരെ വിടുവിക്കും. യെശയ്യാ പ്രവചനം 60. ആ കർത്താവ് മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിക്കും, യാഗമാകും. യെശയ്യാ 53. ആ കർത്താവിൻ്റെ കാൽക്കരങ്ങൾ ആണികളാൽ തുളയ്ക്കപ്പെടും. സങ്കീർത്തനം 22:16. ആ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. സങ്കീർത്തനം 16. ആ കർത്താവ് രാജാവായി വരും. യെശയ്യാ 32.
ഇങ്ങനെ യേശുവിൻ്റെ ജനനം, മരണം, ഉയർപ്പ്, വീണ്ടും വരവ് തുടങ്ങിയ അനവധി കാര്യങ്ങൾ യേശു ജനിക്കുന്നതിന് മുൻപേ എഴുതിയ 39 പുസ്തകങ്ങൾ ഈ ലോകത്തിൽ പ്രസിദ്ധം ചെയ്തിരുന്നു. അതെൻ്റെ യേശുവിനെ കുറിച്ചല്ലാതെ ഭൂമിയിൽ ആരെ കുറിച്ചും എഴുതിയിട്ടില്ല. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ പുസ്തകം ഇന്നും ജൂതന്മാർ പരിപാവനമായി സൂക്ഷിക്കുന്നു. നമ്മളതിനെ പഴയ നിയമമായിട്ട് കൊണ്ടു നടക്കുന്നു. അപ്പോൾ യേശു ഇവിടെ യാദൃശികമായി ജനിച്ചതല്ല, യാദൃശികമായി വന്നതല്ല. ഇതെല്ലാം പ്രവചനങ്ങളുടെ നിവൃത്തികളാണ്. പിന്നെ എന്നെ ആകർഷിച്ച കാര്യം യേശുവിൻ്റെ പരിപാവനമായ ജീവിതമാണ്. യേശു ആരെയും കൊന്നിട്ടില്ല, കൊല്ലാൻ ഉപദേശിച്ചിട്ടില്ല, മരിച്ചവരെ ഉയർപ്പിക്കുകയാണ് മാത്രം. യേശുവിൻ്റെ പരിപാവനമായ, സ്ത്രീകൾക്കും യേശുവിൻ്റെ അടുക്കൽ വരായിരുന്നു, പിള്ളേർക്കും യേശുവിൻ്റെ അടുക്കൽ വരായിരുന്നു. ചില നേതാക്കന്മാരെയെല്ലാം ഭക്തന്മാരായി, പല നേതാക്കന്മാരെയെല്ലാം ഫോക്സോ കേസിൽ അന്ന് അവരുണ്ടായിരുന്നെങ്കിൽ ജയിലിലായി പോയനും. അവരെയൊക്കെ വലിയവരായിട്ട് കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരു സ്ത്രീ പീഡകനല്ലായിരുന്നു, സ്ത്രീ ലംബടനല്ലായിരുന്നു. സ്ത്രീകളെ സഹോദരിമാരെ പോലെ, മക്കളെ പോലെ സ്നേഹിച്ചവനായിരുന്നു. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ എല്ലാ അത്ഭുതങ്ങളും നമ്മെ അതിശയപ്പെടുന്നതാണ്. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചെങ്കിലും അവിടെ ഒരു പണ്ണാരക്കുറ്റി വെക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ല. എല്ലാ വർഷവും ഇവിടെ പദയാത്ര നടത്തണമെന്നും ഇങ്ങനെയുള്ള ചെപ്പിടി വിത്തികൾ ഒന്നും ചെയ്യാത്തവനായിരുന്നു എൻ്റെ കർത്താവ്. സ്തോത്രം ചെയ്താട്ടെ. അത്ഭുതം ചെയ്തു പോയി, അത് താൻ പറയുന്നുമില്ല. എന്താ അതിശയമല്ലേ. യേശുവിൻ്റെ മരണമാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം. ശത്രുക്കളെ മുഴുവൻ സംഹരിക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും കർത്താവ് എനിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്നു. കർത്താവിന് വേണമായിരുന്നെങ്കിൽ തൻ്റെ രൂപം എടുത്ത് ആ യൂദായ്ക്ക് കൊടുത്തിട്ട് സുഖമായിട്ട് യാത്ര ചെയ്ത് ആ കാശ്മീരിലോ വല്ലതും വന്ന് മരിച്ച് അവിടെ അടക്കപ്പെടാമായിരുന്നു. അത്രയൊരു പന്ന യേശുവല്ല എൻ്റെ യേശു. അവനാരെയും ചതിക്കാത്തവനാണ്, അവനാരെയും ചതിച്ചിട്ടില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ നസ്രയനായ യേശുവിനെയാണോ അന്വേഷിക്കുന്നത്? എന്നാൽ ഞാനാണ് എന്ന് പറഞ്ഞു ധീരമായിട്ട് ചെന്ന് നമുക്ക് വേണ്ടി യാഗമായി തരുന്ന കർത്താവ്. നമ്മുടെ പാഴ് മാറ്റാൻ, നമ്മുടെ ശൂന്യത മാറ്റാൻ, നമ്മുടെ ഇരുള് മാറ്റാൻ, നമുക്ക് വെളിച്ചമുള്ളൊരു ദിവസം തരാൻ, നമുക്കൊരൊന്നാം ദിവസം ഉണ്ടാകുവാൻ നമ്മുടെ കർത്താവ് എന്തെല്ലാമാണ് അവൻ ചെയ്തത്, അവൻ്റെ അത്ഭുതങ്ങൾ എന്തെല്ലാമാണ്. ഞാൻ എന്നും ഓർക്കുന്ന ചില കാര്യങ്ങളും കർത്താവിനോട് പറയുന്ന ചില കാര്യങ്ങളുമുണ്ട്. എന്നെ രക്ഷിപ്പാൻ കർത്താവ് സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ വിട്ടു. എന്നെ രക്ഷിപ്പാൻ കർത്താവ് സ്വർഗത്തിലെ മഹത്വം വിട്ടു. എന്നെ രക്ഷിപ്പാൻ കർത്താവ് സ്വർഗത്തിലെ ആരാധന വിട്ടു. എന്നെ രക്ഷിപ്പാൻ കർത്താവ് ദൈവത്തോടുള്ള സമത്വം വിട്ടു. എന്നെ രക്ഷിപ്പാൻ അവൻ തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി. എന്നെ രക്ഷിപ്പാൻ അവൻ കന്യകാസുതനായി ബേത്ലഹേമിൽ ഇറങ്ങി വന്നു. അങ്ങനെ വന്നതുകൊണ്ട് അവൻ വിശന്നും ദാഹിച്ചും ജീവിക്കേണ്ടി വന്നു. പുൽക്കുടിലും മലമുകളിലും മരച്ചുവട്ടിലും കിടക്കേണ്ടി വന്നു. തീർന്നില്ല, പരിശുദ്ധനായവൻ എൻ്റെ പാപം സ്വീകരിച്ച് പാപമാക്കപ്പെട്ടു. അനുഗ്രഹീതനായവൻ എൻ്റെ ശാപം ഏറ്റുവാങ്ങി ശാപമാക്കപ്പെട്ടു. തന്മൂലം തൻ്റെ രോമകൂപങ്ങളിലൂടെ വേർപ്പുകളല്ല, രക്തക്കണികകൾ തുള്ളികളായിട്ടൊഴുകി. എൻ്റെ വധശിക്ഷ അവൻ ഏറ്റുവാങ്ങി. ഞാൻ കൊള്ളേണ്ട ചാട്ടവാറടികൾ അവൻ കൊണ്ടു. ഞാൻ ധരിക്കേണ്ട മുൾക്കിരീടം എൻ്റെ കർത്താവ് ധരിച്ചു. ഞാൻ പിടിക്കേണ്ട പരിഹാസത്തിൻ്റെ ചെങ്കോൽ അവൻ പിടിച്ചു. ഞാൻ ചുമക്കേണ്ട ക്രൂശ് അവൻ ചുമന്നു. ഞാൻ തറയ്ക്കപ്പെടേണ്ട ക്രൂശിൽ അവൻ തറയ്ക്കപ്പെട്ടു. എൻ്റെ സകല പാപങ്ങളും, എൻ്റെ സകല പാഴും, എൻ്റെ സകല ശൂന്യതയും, എൻ്റെ സകല ഇരുളും അവൻ ഏറ്റുവാങ്ങി. 6 മണിക്കൂറുകൾ വേദന അനുഭവിച്ച് അവൻ എനിക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത്. ഞാൻ യേശുവിനെ സ്വീകരിക്കുവാൻ ന്യായമായ കാരണങ്ങളുണ്ട്. സ്തോത്രം.
സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ മരണം കൊണ്ട് എന്തെല്ലാം സംഭവിച്ചു? യേശുവിന്റെ രക്തത്താൽ എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. യേശുവിന്റെ മരണത്താൽ എൻ്റെ ശാപങ്ങൾ മോചിക്കപ്പെട്ടു. യേശുവിന്റെ രക്തത്താൽ ദൈവസന്നിധിയിൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. യേശുവിന്റെ രക്തത്താൽ ഞാൻ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു. യേശുവിന്റെ രക്തത്താൽ വിലയില്ലാത്ത ഞാൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് മൂല്യമുള്ളവനായി തീർന്നില്ല. യേശു തന്റെ മരണത്താൽ എൻ്റെ ശത്രുവായ സാത്താന്റെ തലയെ തീർന്നില്ല. യേശു തന്റെ ഉയർപ്പിനാൽ എൻ്റെ ശത്രുവായ മരണത്തെ പരാജയപ്പെടുത്തി. അവൻ എൻ്റെ മധ്യസ്ഥനായി, അവൻ എൻ്റെ മഹാപുരോഹിതനായി. ഇസ്രായേലിന്റെ എല്ലാ പുരോഹിതന്മാരും മരിക്കുന്നവരും ബലഹീനരും മനുഷ്യരുണ്ടാക്കിയ കൂടാരങ്ങളിൽ ശുശ്രൂഷിച്ചവരുമാണെങ്കിൽ എൻ്റെ കർത്താവ് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം കൊണ്ട് തികവും വലുപ്പമുള്ള കൂടാരത്തിൽ എനിക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്നു. പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. അവൻ എൻ്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. ഈ വെളിച്ചം നിങ്ങളിന്ന് സ്വീകരിക്കുമോ? വെളിച്ചം ഒരു അത്ഭുത പ്രതിഭാസമാണ്. വെളിച്ചത്തിന് ഒരു തരംഗ സ്വഭാവമുണ്ട്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നോബൽ സമ്മാനം മേടിച്ചവരുണ്ട്. പാക്കറ്റുകളായിട്ടാണ് വെളിച്ചം പോകുന്നത്. അതിനകത്ത് നിങ്ങൾ കാണുന്ന മാത്രമല്ല, വെളിച്ചത്തിലെ ചില കിരണങ്ങൾ, എക്സ്റേ കിരണങ്ങൾ കിഡ്നി സ്റ്റോണിനെ പൊടിച്ചു കളയാൻ കഴിയുമെങ്കിൽ ഈ വെളിച്ചത്തിന് എക്സ്റേ കിരണത്തെക്കാൾ ശക്തിയുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ആ രോഗത്തെ നിനക്ക് മുറിവേൽക്കാതെ, നിന്റെ നെഫ്രോണുകൾക്ക് മുറിവേൽക്കാതെ അത് പൊടിച്ചു കളയുവാൻ കഴിയും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വെളിച്ചത്തിന് ഇരുളിനെ മാറ്റുവാൻ മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന ചിലതിനെ കണ്ടെത്താനായി കഴിയും. ഒളിഞ്ഞിരിക്കുന്ന ചിലതിനെ മാറ്റുവാനായി കഴിയും. അതൊന്ന് ശക്തിയായി വ്യാപരിക്കട്ടെ. എല്ലാവരും കരങ്ങൾ അടിച്ച് ഒരു നിമിഷം കൂടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. നിന്റെ രോഗം എന്തു തന്നെയാണെങ്കിലും, അത് ക്യാൻസർ ആയിക്കൊള്ളട്ടെ, അത് ആസ്മ ആയിക്കൊള്ളട്ടെ, അത് യൂറിക് ആസിഡ് മുഖാന്തരമുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അത് നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിക്കൊള്ളട്ടെ, ഈ പ്രകാശകിരണത്തിന്, ഈ വെളിച്ചത്തിന് അത് നിന്റെ ഉള്ളിലേക്ക് ഒരു മുറിവും ഉണ്ടാക്കാതെ നിന്റെ ഹാർട്ടിന്റെ ധമനിയിലേക്ക് ആ ബ്ലോക്കുകൾ മാറ്റുവാൻ ഈ കിരണത്തിന് കഴിയും. അത് നിന്റെ അടുക്കിലേക്ക് വരാൻ അധിക താമസമൊന്നും വേണ്ട. അന്ധകാരത്തിന്റെ കെട്ടുകളെ മാറ്റുവാൻ, ഇരുളുകളെ മാറ്റുവാൻ, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ദുഃഖിപ്പിക്കുന്ന, നിന്നെ പുറകോട്ട് വലിക്കുന്ന, ഫോണോഗ്രാഫിയിലേക്ക് നയിക്കുന്ന ആ ഇരുളുകളിൽ നിന്നെ വിടുവിക്കുവാൻ ഈ വെളിച്ചത്തിന് കഴിയും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുക. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടാകുമെന്നുള്ള വചനപ്രകാരം ഇപ്പോൾ തന്നെ ആ സൗഖ്യം നടക്കട്ടെ. അന്ധകാരത്തിന്റെ കെട്ടുകൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. മാന്ത്രിക ശക്തികൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. കലഹത്തിന്റെ ആത്മാക്കൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. പിന്മാറ്റത്തിലേക്ക് നയിക്കുന്ന ഇരുളുകൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. പാഴാക്കുന്ന, ശൂന്യമാക്കുന്ന, ഇരുളാക്കുന്ന മേഖലകൾ മാറിപ്പോകട്ടെ. ഒരു വെളിച്ചത്തിന്റെ ദിവസം, ഒരു വെളിച്ചത്തിന്റെ ദിവസം, പാഴിന്റെ ദിവസമല്ല, ശൂന്യതയുടെ ദിവസമല്ല, ഇരുളിന്റെ ദിവസമല്ല, ഒരു വെളിച്ചത്തിന്റെ ദിവസം, ഒരു അനുഗ്രഹത്തിന്റെ ദിവസം സ്വർഗം നിനക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. ഏത് വെളിച്ചത്തെയും നമുക്ക് വേണമെങ്കിൽ തടയാം, ഏത് കിരണത്തെയും നമുക്ക് വേണമെങ്കിൽ തടയാം. കർത്താവ് പറയുന്ന വെളിച്ചമുണ്ടാകട്ടെ. നീ തടയാതിരുന്നാൽ എൻ്റെ സമസ്ത മേഖലകളിലും അത് വ്യാപരിക്കും. എനിക്കുമുണ്ടായ ഒരു ഒന്നാം ദിവസം എന്ന് പറയുവാൻ നിങ്ങൾക്കിടയാകും. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.